അയ്യോ, അത് അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ മൂവിയും ഓരോ പോലെയല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്ന 2 മൂവീസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് ആരും മിസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ഓൺലൈനിൽ ചില ഹേറ്റേഴ്സ് ഇങ്ങനെ പറയാൻ നോക്കി അല്ലാതെ ഹേറ്റേഴ്സൊക്കെ മരിയും കിടന്ന് ചിലക്കുകൾ വേറെ നോക്കാനൊന്നും വേണ്ട. അടിപൊളി മൂവിയാണ്. നമ്മൾ ഇപ്പം എമ്പുരാനിന് ശേഷം ലാലേട്ടൻ്റെ ഒരു പടമാണല്ലോ. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മൂവിയും ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് കാണുന്ന ആളാണ്. എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് അതിനേക്കാളും അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ വില്ലൻ ക്യാരക്ടർ ചെയ്ത ആളും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്ന് കാണാം. അടിപൊളി മൂവിയാണ്. അയ്യോ, അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ മൂവിയും ഓരോ പോലെയല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്ന 2 മൂവീസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് ആരും മിസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അയ്യോ, അതൊരു രക്ഷയില്ല. അതൊന്നും നമ്മൾ ഇതിൽ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. അടിപൊളിയാണ്. അല്ല, നമ്മൾ സൗദി വെള്ളക്കിലൊക്കെ കണ്ട പോലെ തന്നെ മേക്കിംഗ് മീൻസ് അതൊരു നോർമൽ ഒരു മൂവിയാണല്ലോ. അതിൽ ഒരുപാട് ട്വിസ്റ്റോ ടേൺസോ ഇല്ലാത്തൊരു മൂവിയാണ്. പക്ഷെ ഇതൊരുപാട് ട്വിസ്റ്റും ടേൺസും ഉണ്ട്. പക്ഷെ അതെല്ലാം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കിടിലനാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും പോയി കാണുക. ഫൈറ്റ് നല്ല ക്ലാസ് ഫൈറ്റാണ്. അടിപൊളി ഫൈറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ എന്താ പറയുക, എമ്പുരാനിൽ വേറൊരു തരം ഫൈറ്റ് ആയിരുന്നു. ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ഫൈറ്റ്. രണ്ടും നല്ലതാണ്. പക്ഷെ എനിക്ക് ഇത് കുറച്ചും കൂടി ചില പറയുന്നുണ്ട് എമ്പുരാനിൽ മിസ്സായ ലാലേട്ടനെ ശരിക്കും ഇതിലാണ് കാണാൻ പറ്റിയത്. രണ്ട് ജോണറുള്ള പടമാണ്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയൊരു ലാലേട്ടനെ കുറച്ചും കൂടി എന്താ പറയുക, ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരു ലാലേട്ടനെ സ്ക്രീനിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാം. അടിയൊക്കെ ഉണ്ടോ? ഏതാ മുണ്ട് മടക്കി കുത്തിയുള്ള അടിയൊക്കെ ഉണ്ടോ? കാണുക, എല്ലാവരും കാണുക. അതിപ്പോൾ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും കണ്ടിട്ട് മനസ്സിലാക്കുക. എല്ലാവരും സിനിമ കാണാം. ഒരു ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ പഴയ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഓൺലൈൻ ഫാൻസ് അല്ല, ഈ അമ്മമാരും അങ്ങനത്തെ ഫാൻസിനൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും? ഇത് ഫാമിലിക്കും ഫാൻസിനും എല്ലാവർക്കും നോർമൽ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ്. കുറേ കാലങ്ങളായിട്ട് മോഹൻലാലിന് വേണ്ടി എന്താ പറയുക, മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു നല്ലൊരു സിനിമ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എമ്പുരാൻ ഇതും രണ്ടും കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണണം. നൈസ് പടമായിരുന്നു. കൊള്ളാം. കണ്ടിരിക്കാനല്ല, മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സാണ്. ലാലേട്ടൻ വിന്റേജ് ലാലേട്ടൻ ശോഭന കംബാക്ക് അങ്ങനെ തോന്നിയായിരുന്നു? അങ്ങനെ വിന്റേജ് അല്ല, പുതിയ ലാലേട്ടൻ പുതിയ ശോഭന അങ്ങനെ ലാലേട്ടൻ ശോഭന അത്രേ ഉള്ളൂ. നൈസാണ് പടം. ഏതാ ഫൈറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. നൈസ് പടമാണ്. എല്ലാവരും പോയി ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓൺലൈനിൽ ചില ഹേറ്റേഴ്സ് ഇങ്ങനെ പോയി പറയാൻ നോക്കി അല്ലാതെ ഹേറ്റേഴ്സൊക്കെ മരിയും കിടന്ന് ചിലക്കുകൾ വേറെ നോക്കാനൊന്നും വേണ്ട. നമ്മുടെ പഴയ ലാലേട്ടൻ ഇസ് ബാക്ക്. പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ ഇല്ല. ലാലേട്ടൻ ഇസ് ബാക്ക്. ബാക്ക് എന്ന് പറയാനായിട്ടൊന്നുമില്ല. അണ്ണൻ ഉണ്ട്. ഇൻഡസ്ട്രി റെക്കോർഡാണ് ഹിറ്റ് ചെയ്ത് വെച്ചാണ്. ഇതും തൂക്കിയിട്ടുണ്ട്. തൂക്കി അത്രേ ഉള്ളൂ. എമ്പുരാനിലെ ലാലേട്ടൻ അങ്ങനെയല്ല, ലാലേട്ടനാണ് ഇഷ്ടം. പുള്ളി എന്ത് ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ആ ലാലേട്ടൻ ഇത് കുറച്ചുകൂടി ഫാമിലി ഓറിയന്റഡ് സ്റ്റോറി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എമ്പുരാൻ കുറച്ച് കൊമേഴ്ഷ്യൽ പറയേണ്ട കാര്യമുണ്ടോ? അണ്ണന്റെ 2 പടങ്ങളും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതും ഓഫ്കോഴ്സ് സൂപ്പറാണ്. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് പടം. എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു. നല്ല അടിപൊളി. ലാലേട്ടൻ്റെ ഒരു പഴയ വിന്റേജ് ലാലേട്ടൻ ശോഭന ഫീൽ ചെയ്താണ്. അല്ല, എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റോറിയാണ്. മേക്കിംഗ് നല്ലതാണ്. പിന്നെ BGM ആണെങ്കിലും പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. പടം പൊളിച്ചു. ലാലേട്ടൻ അടിപൊളി. ഒന്നും പറയാനില്ല. കുറേ നാല് ശേഷം പക്ഷെ അടിപൊളി മൂവി. പ്രതീക്ഷിച്ചത് അടിപൊളിയായിട്ടുണ്ട് പടം. പിന്നെ അത് മാത്രമല്ല, അല്ല ഇത്ര അടിപൊളിയാണെന്ന് കാര്യത്തില്ല ലാലേട്ടൻ. കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എമ്പുരാനേക്കാൾ ഒരുപാട് ബെറ്ററായിട്ടുണ്ട് എല്ലാം. ഓക്കെ, താങ്ക്സ്. ലാലേട്ടൻ തിരിച്ചു മാക്സിമം ലാലേട്ടൻ നല്ല ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനും അന്നങ്ങൾക്ക് ശേഷം ശോഭന
മിസ് ചെയ്തിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഐ തിങ്ക് അത് നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ ഒരു ഹാപ്പിനെസ് ഇല്ല അത് ലാസ്റ്റ് ആയിട്ട് അത് എനിക്കറിയില്ല അത് എന്ത് രീതിയിൽ ഇതിൻ്റെ മേക്കേഴ്സ് അങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ ലാസ്റ്റ് ഒരു ലാലേട്ടൻ്റെ നെയിം വന്നിട്ട് നമ്മുടെ ടൈറ്റിൽ നടത്തുന്നത് അത് ശരിക്കും നമുക്ക്